ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഉള്ളി തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഉള്ളി തീയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതേമാതിരി ഞാനിവിടെ ഒരു 4 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഞാൻ എല്ലാം പല ഷേപ്പിലായിരിക്കും, അതുകൊണ്ട് വലുതെല്ലാം ഞാൻ 4ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ അതിനെ 2ആക്കി കട്ട് ചെയ്ത് വയ്ക്കുക, നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. അതിൻ്റെ ഷേപ്സ് ഒന്നും കളയരുത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ വേണം. നമുക്ക് തേങ്ങ വറുത്ത് അരച്ചെടുക്കാനുള്ളത്. ഞാനിത് ഫ്രീസറിൽ വെച്ച തേങ്ങയാണ്, അതുകൊണ്ട് ഞാനൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഇൻഗ്രീഡിയൻറ്റ് റെഡിയായി. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളി തന്നെയാണ്. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് സൂക്ഷിക്കണം, കാരണം നമ്മൾ അരപ്പിന് മുളക് പൊടി അരിയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയും ചീനച്ചട്ടിയും ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നിറച്ചും ഒരു പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഞാൻ വലിയൊരു കൈപ്പിടിയാണ് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചത്. കാണുമ്പോൾ നിറയുള്ള പോലെ തോന്നുന്നുണ്ടാവും, ശരിക്കും ഒരു പിടിയാണ്. ചിലതെല്ലാം വലിയ ചെറിയ ഉള്ളീസ് ആയതുകൊണ്ട് ഞാൻ അതിനെ 4ആക്കി മുറിച്ചതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി തോന്നുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വലിയൊരു കൈപ്പിടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറുതായതുകൊണ്ട് 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ വലിയൊരു കൈപ്പിടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക, ഫ്രഷായി ചിരകിയ തേങ്ങ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും തേങ്ങ ഒരാഴ്ചക്കുള്ളത് 2 തേങ്ങ എപ്പോഴും ചിരകി വയ്ക്കാറുണ്ട്. ഫ്രീസറിൽ കയറ്റി വയ്ക്കും, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ തേങ്ങ ഇതാ നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തില്ല, ജസ്റ്റ് തേങ്ങ മാത്രം എണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ക്ഷമയോടെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം അതിൻ്റെ കളറ് മാറും, മേലെ ആവില്ല, അതൊക്കെ പ്രശ്നം വരും. അതിലോട്ട് ഞാൻ ഏകദേശം തീ ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തത്. നല്ല മുളക് പൊടി, നമ്മൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കണം, കാരണം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതിലോട്ട് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളെല്ലാം ആഡ് ചെയ്യണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ആ ചൂടിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ചൂടിൽ തന്നെ ഒന്ന് കുക്കായി വന്നോളും. ഇനി നമുക്ക് ചീനച്ചട്ടി ഒന്ന് ചൂടാറിയ ശേഷം, ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കണം. ഞാൻ തിക്ക് പേസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, എന്നിട്ട് ഇതേ ചീനച്ചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അതേ ചീനച്ചട്ടിയിൽ ബാക്കി ചൂടുണ്ട്, ഒന്നുകൂടെ ഞാൻ അടുപ്പ് കത്തിച്ചു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ഇതാവുള്ളൂ. ഇതൊന്ന് വതങ്ങി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടായി വരണം. അപ്പോൾ സവാളയല്ല, ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡ്രൈ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കളറ് കണ്ട് പേടിക്കേണ്ട, നമ്മളതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ കളറ് മാറിയത്. ശരിക്കും ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. നമുക്ക് ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ, ഒന്ന് ഒതുങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്, ഞാൻ കറി വയ്ക്കുന്നത് മൺചട്ടിയിലാണ്. അതിൽ വയ്ക്കുന്നതിന് ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയുണ്ട് ചട്ടിയിൽ വയ്ക്കുന്നതിന്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകമാണ്. അതിൻ്റെ ഇതൊന്നും കുക്കായിട്ടില്ല, പക്ഷേ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചീനച്ചട്ടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിലോട്ട് കുറച്ച് വെള്ളവും നമ്മളിപ്പോൾ ചൂടാക്കി വെച്ച ചെറിയ ഉള്ളി പച്ചമുളക് രണ്ടും നമ്മുടെ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. അത് അപ്പോഴേക്കും ഞാൻ ആ അരപ്പൊന്ന് അരച്ച് വരട്ടെ. അരച്ച് വന്നിട്ട് നമുക്ക് അരപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡിയാവും. പിന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള പണി ആകെ താളിക്കൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം റെഡിയാണ്.
അപ്പോൾ എന്താ ചീനച്ചട്ടിയിലോട്ട് ഞാനെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പുളി നേരത്തെ തന്നെ കുതിർത്ത് വയ്ക്കുക. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, കുതിർത്ത് വെച്ചതാണ് വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി. ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഞാനത് അതിൽ കുരുവൊന്നും അതിൽ പെടാതെ നോക്കണം. പിഴിഞ്ഞ് വെള്ളം മാത്രം എടുത്ത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ല ഈസി ആയിട്ട് ടാമറിൻ പേസ്റ്റ് വാങ്ങാൻ കിട്ടും, അതാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ പുളി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ ഒന്ന് കുറുകി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരും, പച്ചമുളകും എല്ലാം ഒന്ന് കുക്കായി വരും. ഒന്ന് തിളച്ച് ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ആ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ് ആഡ് ചെയ്യാം. പേസ്റ്റ് ആഡ് ചെയ്ത ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി എല്ലാവരുടെയും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് തിന്നും ആവരുത്. നമുക്ക് ഒഴിച്ചു കറിയാണ് തീയൽ. അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ കടുക് വറുക്കാൻ. കണ്ടില്ലേ, നമ്മുടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല മഷി മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ വെച്ച വെള്ളവും തിളച്ചു, ചെറിയ ഉള്ളിലെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ആഡ് ചെയ്ത ശേഷം ഒന്ന് ഇളക്കുക. പിന്നെ ഉപ്പ് മാത്രം ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പുളിയും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളിയുടെ ഇത് ടേസ്റ്റ് പോരാണെങ്കിൽ കുറച്ചുകൂടെ പുളി ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് കറക്റ്റായിട്ടുള്ള പാകമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മസാല ആഡ് ചെയ്തിട്ട് നമ്മുടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്തതാണ്. അപ്പോൾ അത് റെഡിയായി. നമ്മൾ അരച്ച് മഷി മാതിരി അരച്ചതാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ചെറിയുള്ളിയും പച്ചമുളകും വെള്ളവും ഉപ്പും ഇട്ടിട്ട് വേവിച്ചതാണിത്. അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പുളിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, തിളച്ച് നല്ല കുറുകി, ഒരുപാട് കുറുകി വരരുത്, നമുക്ക് ഒഴിച്ചു കറിയുടെ പാകം ആവണം. അപ്പോൾ നമ്മുടെ കറി ആക്ച്വലി റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യുക. ചട്ടിയിൽ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അത് കുറച്ച് നേരം തിളച്ചുകൊണ്ടിരിക്കും, കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ, മുൻകൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാൻ. കാരണം അത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ചട്ടിയിൽ കുറച്ചുകൂടെ ആ വെള്ളം ഒന്ന് വലിച്ചെടുക്കും. അതുകൊണ്ട് ആ ഒരു ഇത് എപ്പോഴും മനസ്സിൽ വെക്കണം. അപ്പോൾ എന്തായാലും ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനുവേണ്ടി കടുക് വറുക്കുന്ന ഒരു പാത്രം വയ്ക്കുക. അതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അതിലോട്ട് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഞാൻ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തീ ഓഫ് ചെയ്തു. അതിലോട്ട് ഒരു വറ്റൽമുളക് ഞാൻ കീറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3ആയിട്ട് കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു കൊത്ത് കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കുക. ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടെ നമ്മുടെ തീയൽ റെഡിയായി. ഉള്ളി തീയൽ റെഡിയായി. ചെറിയ ഉള്ളി കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അടപ്പ് തുറന്നാൽ മതി. കാരണം താളിച്ചത് ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒന്ന് അടച്ച് വയ്ക്കുക. എന്നാലേ ആ ഫ്ലേവർ ഉള്ളിൽ തന്നെ ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ മുഴുവൻ പുറത്തേക്ക് പോകും. പിന്നെ നമുക്ക് ആ കഴിക്കുമ്പോൾ താളിച്ചതിൻ്റെ ഫ്ലേവർ വരില്ല. അതുകൊണ്ട് എപ്പോഴും താളിച്ച് കഴിഞ്ഞാൽ അടച്ച് വയ്ക്കണം. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം അടപ്പ് തുറക്കാവുള്ളൂ. അത് മാത്രം ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ഉള്ളി തീയൽ റെഡിയായി. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തീയൽ എന്തായാലും റെഡിയായി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.